ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു USS ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദശാംശ സംഖ്യകൾ, അതായത് ഡെസിമൽസ്. എന്താണ് നമ്മുടെ ടോപ്പിക്? ഡെസിമൽസ് അഥവാ ദശാംശ സംഖ്യകൾ. എന്താണ് ഈ ഡെസിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാലേ, നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താണ് ദശാംശ സംഖ്യകൾ എന്നുള്ളത്. ആദ്യം എന്താണ് ഒരു ഭിന്നസംഖ്യ എന്നൊന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. എന്താണ് ഭിന്നസംഖ്യ എന്നുള്ളത്? A/B ഫോമിൽ നമ്മൾ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഭിന്നസംഖ്യനെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു? എയും ബിയും എന്താണ്? എണ്ണൽ സംഖ്യകളായിരുന്നു. ബി ഒരിക്കലും 0 വരാനായിട്ടും പാടില്ല. എന്തായിരുന്നു? എയും ബിയും എണ്ണൽ സംഖ്യകളും അതുപോലെ തന്നെ ബി ഒരിക്കലും 0 എന്ന നമ്പർ വരാനായിട്ടും പാടില്ല എന്ന് നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ഈ A/Bയിലെ A എന്താണ്? അംശമാണ്. ബി എന്നത് ഛേദമാണ്. ഈ ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യയായിട്ട് നമുക്ക് എങ്ങനെ മാറ്റി എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. ഈ ഭിന്നസംഖ്യയിലെ A/B ഫോമിലുള്ള ഭിന്നസംഖ്യയിൽ ഛേദം 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽസ് എന്ന് പറയുന്നത്. ഡെസിമൽസ് അല്ലെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ദശാംശ സംഖ്യകൾ. ഡെസിമൽസ് അഥവാ ദശാംശ സംഖ്യകളാണ് ഭിന്നസംഖ്യകളിൽ ഛേദം 10, 100, 1000 എന്നീ സംഖ്യകൾ വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ദശാംശ സംഖ്യ എന്ന് നമുക്ക് മനസ്സിലായി. A/B ഫോമിലുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഛേദം 10, 100, 1000 എന്നീ സംഖ്യകളാണ് വരുന്നത്. അങ്ങനെ തുടർച്ചയായത് ആ ഒരു ഗണത്തിൽ വരുന്ന സംഖ്യകളാണ് വരുന്നത്. നമുക്ക് ഉദാഹരണത്തിന് നോക്കാം. 2/10 എന്നത് ഒരു ഭിന്നസംഖ്യയാണ്. അതോടൊപ്പം തന്നെ ഇതെന്താണ്? ഒരു ദശാംശ സംഖ്യയാണ്. കാരണം എന്താണ്? ഛേദം വന്നിട്ടുള്ളത് എന്താണ്? 10 എന്ന സംഖ്യയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2/10 എന്നത് ഒരു ദശാംശ സംഖ്യയാണ്. ഈ ദശാംശ സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു തരത്തിൽ എഴുതാം. നമുക്ക് 2നെ 2 എന്ന് നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ഛേദത്തിൽ എത്ര 0 ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. എത്ര 0 ഉണ്ട്? ഒരു 0 ഉള്ളത്. ആ ഒരു 0 ഉള്ളത് കൊണ്ട് നമ്മൾ 0.2 എന്ന് എഴുതും. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് സിമ്പിളായിട്ട് അറിയാനുള്ള ഒരു മെത്തേഡാണ്. ഇതെങ്ങനെയാണ് വന്നത് എന്ന് ടീച്ചർ ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് 2നെ 10 കൊണ്ട് ഹരിക്കുക എന്നാണ് ഈ 2/10ൻ്റെ അർത്ഥം. അത് നമുക്കറിയാമല്ലോ. ഭിന്നസംഖ്യ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. 2/10 എന്ന് വെച്ചാൽ എന്താണ്? 2നെ 10 കൊണ്ട് ഹരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 2നെ 10 കൊണ്ട് ഹരിക്കണമെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? ഒരിക്കലും 2 10ൻ്റെ ഗുണിതത്തിലില്ല എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0 ഇടും, ഒപ്പം ഇവിടെ ഒരു പോയിന്റ് ഇട്ട് ഇവിടെ ഒരു 0 കൊടുക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. എന്താണ് നമ്മൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യാറ്? നമുക്ക് ഒരിക്കലും 2 10ൻ്റെ ഗുണിതത്തിലില്ല എന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 ഇടുന്നു. ആ 0 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുന്നു. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു 0യും കൂടി 2ൻ്റെ അപ്പുറേ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമുക്ക് എന്താ അറിയാം? 20 10ൻ്റെ ഗുണിതത്തിലുണ്ട്. എത്രയാണ്? 10 × 2 ആണ് എത്ര? 20. അപ്പം നമ്മൾ ഈ പോയിന്റിന് തൊട്ടപ്പുറേ എന്ത് ചെയ്യും? 2 എന്നുള്ള സംഖ്യ എഴുതുന്നു. അപ്പോൾ എത്രയാണ്? 10 × 2 20 നമുക്ക് ലഭിക്കും. 20 ശിഷ്ടം 0 എന്ന് ലഭിച്ചു. ആണല്ലോ. നമുക്ക് 2/10നെ തുല്യമായി എങ്ങനെ എഴുതാം? 2 ഹരിക്കണം 10 എന്ന് എഴുതാം. അത് ഹരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.2. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 0.2. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംഖ്യയും നമുക്ക് ഇതുപോലെ ഒന്ന് ഹരിച്ചു നോക്കിയാലോ.
4/100 അല്ലെങ്കിൽ 41/100. ഈ ഒരു സംഖ്യയെ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം അല്ലേ. 41/100 എന്ന സംഖ്യയെ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. എങ്ങനെ ഹരിക്കാം? 41നെ 100 കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. ഓക്കെ, 41നെ 100 കൊണ്ട് ഹരിക്കുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ 41 എന്ന സംഖ്യ 100ൻ്റെ ഗുണിതങ്ങളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 0യും പോയിന്റും ഇട്ട് കൊടുക്കുന്നു. അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ 100ൻ്റെ ഗുണിതങ്ങളിൽ 410 എന്ന നമ്പറോ അതിനോട് അടുത്തുള്ള നമ്പറുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ട്. 400 എന്നുള്ള നമ്പർ എന്തുണ്ട്? 100ൻ്റെ ഗുണിതങ്ങളിലുണ്ട്. അപ്പോൾ നമുക്ക് 100 × 4 400 എന്ന് നമുക്ക് എഴുതാം. അത് ബാക്കി എത്ര വരും? 100 ആണ് ശിഷ്ടമായിട്ട് വരുന്നത് ആണല്ലോ. 10 വരും. നമ്മൾ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 100 എന്ന് വരും. 100 എത്രയാണ്? 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 100 ലഭിക്കും. ശിഷ്ടം 0 എന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പം നമുക്ക് എന്താണ്? 41 / 100നെ നമുക്ക് ദശാംശ സംഖ്യ രൂപത്തിൽ എങ്ങനെ എഴുതാം? 0.41 എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതുന്നതാണ് 0.2. അതുപോലെ തന്നെ 41/100നെ ഒരു ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതുന്നതാണ് 0.41. അപ്പം എങ്ങനെയാണ് ഒരു സംഖ്യയെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലായി. ആ ഒരു സംഖ്യയെ ഹരിക്കുന്നതാണ്. അതായത് 41നെ 100 കൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ 2നെ 10 കൊണ്ട് ഹരിക്കുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഭിന്നസംഖ്യയെ ഛേദം 10, 100, 1000 തുടങ്ങിയ ഛേദങ്ങളായിട്ടുള്ള ഭിന്നസംഖ്യകളെ ദശാംശ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു 3/4 എന്നത് ഒരു ഭിന്നസംഖ്യയാണ്. ഈ ഒരു ഭിന്നസംഖ്യയെ നമുക്ക് എങ്ങനെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റാം എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെ സാധിക്കാം? ഈ ഒരു ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യയിലേക്ക് നമുക്ക് മാറ്റണം. എന്ത് ചെയ്യാം? നമുക്ക് അറിയാം അല്ലേ, നമുക്ക് ഛേദം എന്ത് വേണം? 10, 100, 1000 എന്നീ ഗുണിതങ്ങളായിട്ട് വരുന്നവയെ മാത്രമാണ് നമുക്ക് ദശാംശ സംഖ്യ ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 4നെ 10 എന്ന ഗുണിതത്തിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. 10 × ഏത് നമ്പർ ചെയ്താലും നമുക്ക് ഒരിക്കലും എന്ത് വരില്ല? 4നെ ഏത് നമ്പർ കൊണ്ട് ചെയ്താലും നമുക്ക് ഒരിക്കലും 10 എന്ന സംഖ്യ വരുന്നില്ല. പിന്നെ ഏത് സംഖ്യയാണ്? ഈ 4നെ 25 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടുമല്ലേ? 4 × 25 എത്രയാണ്? നമുക്ക് 100 ആണ്. നമുക്ക് എന്ത് വേണം? ഛേദം 10, 100, 1000 അങ്ങനെയുള്ള സംഖ്യകളാണ് വരേണ്ടത്. ഇവിടെ നോക്കി 100 കൊടുത്താൽ തന്നെ വരുന്നുണ്ട്. 25 കൊടുത്താൽ 4 × 25 കൊടുത്താൽ 100 കിട്ടുന്നുണ്ട്. അപ്പോൾ ഛേദത്തെ 25 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നമ്മൾ അംശത്തെയും എന്തുകൊണ്ട് ഗുണിക്കണം? 25 കൊണ്ട് തന്നെ ഗുണിക്കണം. നമ്മൾ ഭിന്നസംഖ്യകളുടെ നിയമത്തിൽ പഠിച്ചതാണ്. ഒരു ഭിന്നസംഖ്യയെ ഗുണിക്കുമ്പോൾ അംശത്തെയും ഛേദത്തെയും ഒരുപോലെ ഗുണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഛേദത്തെ നമുക്ക് 25 കൊണ്ട് ഗുണിക്കണം. ദശാംശ സംഖ്യ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 4നെ 25 കൊണ്ട് ഗുണിച്ച് 100 എന്ന സംഖ്യയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ അംശത്തെയും 25 കൊണ്ട് ഗുണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? 3നെ 25 കൊണ്ട് ഗുണിക്കുകയാണ്. 25 × 3 എത്രയാണ് നമുക്ക് കിട്ടാമെന്ന് നോക്കിയൊക്കെ. 5 × 3 15, 6 75 എന്ന് നമുക്ക് ലഭിക്കും. ആണല്ലോ. ഇവിടെ 75/100 എന്ന് നമുക്ക് കിട്ടിക്കും. 4 × 25 100 അല്ലേ? 75/100 എന്ന ഒരു ഭിന്നസംഖ്യ നമുക്ക് ലഭിച്ചു. ഈ ഭിന്നസംഖ്യ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ദശാംശ സംഖ്യയായിട്ട് മാറ്റണം. എങ്ങനെ മാറ്റാം? നമ്മൾ എന്താണ് ചെയ്യുന്നത്? 75നെ 100 കൊണ്ട് ഹരിക്കുന്നു. 75നെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുന്നു. 100 കൊണ്ട് ഹരിക്കാൻ നോക്കുമ്പോൾ എന്താണ്? 75നെ ഹരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 പോയിൻ്റ് ഇടുന്നു. ഇവിടെ ഒരു 0 ഇടുന്നു. അപ്പോൾ നമുക്കിവിടെ 7 എന്ന് വന്നു. 700. നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാമല്ലോ അല്ലേ? പെട്ടെന്നൊന്ന് ഹരിച്ച് നോക്കിയേ. ടീച്ചർ ഇവിടെ ഹരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതും ഈ ടീച്ചർ എഴുതിയതും ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ഒരുമിച്ച് ചെയ്തോ?
75നെ 100 കൊണ്ട് ഹരിച്ച് നോക്കുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടി? 0.75 എന്ന് നമുക്ക് ലഭിച്ചു. ഇങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ലഭിച്ചത്. 100നെ 75നെ 100 കൊണ്ട് ഹരിച്ചപ്പോൾ 0.75 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പം നോക്കിയേ, നമുക്ക് ലഭിച്ച നമ്മളിപ്പോൾ കുറച്ച് ദശാംശ സംഖ്യകളൊന്ന് നോക്കി. ആ ദശാംശ സംഖ്യകളെ ഒന്നുകൂടി ടീച്ചർ ഒന്നും ഇവിടെ എഴുതാം കേട്ടോ. ഏതൊക്കെ നമ്മൾ എഴുതി? 2/10. അതിനെങ്ങനെ എഴുതി? 0.2 എന്ന് എഴുതി. നമ്മൾ കണ്ടുപിടിച്ചത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചതാണ്. 41/100 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.41 എന്ന് നമുക്ക് ലഭിച്ചു. അടുത്തത് നമ്മളിപ്പോൾ ചെയ്തത് 75/100നെ നമ്മളാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.75 എന്ന് ലഭിച്ചു. നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണം ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ ഓരോ ചോദ്യത്തിലും പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണത്തെക്കുറിച്ച് ഒന്ന് നോക്കിയേ. ആദ്യത്തേലെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ വന്നു? ഒരു സംഖ്യയെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തേലോ 2 സംഖ്യകൾ വന്നിട്ടുണ്ട്. മൂന്നാമത്തേലും 2 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. ആദ്യത്തെ ചോദ്യത്തിലെ നമ്മുടെ ഛേദത്തിൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഛേദത്തിൽ എത്ര 0 ഉണ്ട്? ഒരു 0. ഇവിടെ എത്ര ഡെസിമലിന് ശേഷം, പോയിന്റിന് ശേഷം ഡെസിമലിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? ഒരു സംഖ്യ. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്തൊരു ഇതിനും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, 2 സംഖ്യകളുണ്ട് അല്ലേ? 2 zeros ഉണ്ട്. ഇവിടെ പോയിന്റിന് ശേഷം 2 സംഖ്യകളുണ്ട്. ഇവിടെ ഛേദത്തിൽ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 100 ആണ്, 2 zeros ഉണ്ട്. ഇവിടെ എത്ര സംഖ്യകളാണ്? 2 സംഖ്യകളാണ് ഉള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഛേദത്തിലുള്ള സംഖ്യയുടെ സീറോകളുടെ എണ്ണത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഡെസിമലിനു ശേഷം പോയിന്റിന് ശേഷം വരുന്ന സംഖ്യകളുടെ എണ്ണം വരുന്നത്. ആണല്ലോ? ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു നമ്പർ എഴുതാണ്. 778/1000 എന്ന് ടീച്ചർ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് നോക്കി നോക്കി. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി. ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി. 778/1000 ആണെങ്കിൽ ഇതിനെ ദശാംശ സംഖ്യാ രൂപത്തിൽ എങ്ങനെ മാറ്റി എഴുതാമെന്നൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് എന്ത് വേണം? പോയിന്റിന് ശേഷം 3 സംഖ്യകൾ വേണം. കാരണം എന്താണ്? ഇവിടെ 3 പൂജ്യങ്ങളുണ്ട്, 3 സംഖ്യകളുണ്ട്. നമ്മുടെ അംശത്തിൽ എത്ര സംഖ്യയുണ്ട്? 3 സംഖ്യകളുണ്ട്. അപ്പം നമുക്ക് ആ 3 സംഖ്യയെയും കൂടി പോയിന്റിൻ്റെ അപ്പുറം എഴുതാം. എപ്പോഴും ഇവിടെ ഒരു 0 ഇടാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഭിന്നസംഖ്യ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇവിടെ ഒരു 0 ഇടണം. 0.778 എന്ന് നമുക്ക് ലഭിച്ചു. ഇതിൽ സംശയമുണ്ടോ? ഇവിടുത്തെ സീറോകളുടെ എണ്ണം ഇവിടുത്തെ പോയിന്റിന് ശേഷം ഡെസിമലിന് ശേഷമുള്ള എണ്ണൽ സംഖ്യകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പം ദശാംശ സംഖ്യ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഭിന്നസംഖ്യയിലെ ഛേദങ്ങൾ 10, 100, 1000 തുടങ്ങിയ സംഖ്യകൾ വരുന്ന ഒരു ഭിന്നസംഖ്യയെ ആണ് നമ്മൾ ദശാംശ സംഖ്യ എന്ന് വിളിക്കുന്നത്. ഒരു ദശാംശ സംഖ്യ, ഒരു ഭിന്നസംഖ്യ, ഛേദം 10, 100, 1000 ആയിട്ടുള്ള ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതാമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ദശാംശ സംഖ്യ എന്താണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യയെ എങ്ങനെ രൂപപ്പെടുത്താമെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു സംഖ്യ എടുക്കാം. 70/100 എടുത്തെന്ന് വിചാരിക്കാം. 70/100 ടീച്ചർ പറഞ്ഞല്ലേ, പോയിന്റിന് ശേഷം എത്ര സംഖ്യ വരണം? 2 സംഖ്യ വരണം. ഇവിടെ ആവുമ്പോൾ എങ്ങനെ വരും? 0.70 എന്ന് നമ്മൾ എഴുതണം അല്ലേ? ഇവിടെ 2 zeros ആണ് ഉള്ളത്. അപ്പോൾ പോയിന്റിന് ശേഷം എത്ര വേണം? 2 സംഖ്യകൾ വേണം. ആ 2 സംഖ്യകളാണ് 7, 0 എന്ന് എഴുതാം. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.7 എന്നും എഴുതാം. ഇതിൽ രണ്ടും ഒന്നാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. 7നു ശേഷം എത്ര 0 നമ്മൾ ഇട്ടാലും അത് മീൻ ചെയ്യുന്നത് 0.7 തന്നെയാണ്. എന്താണ്?
7 ശേഷം 0.7 ശേഷം ഏതൊരു സംഖ്യ നമ്മൾ ഇട്ടാലും, എത്ര സീറോസ് നമ്മൾ ഇട്ടാലും അത് തുല്യമായിരിക്കുന്ന എന്തിനാണ്? 0.7 തന്നെയാണ്. നമ്മൾ അതേസമയം ഒരു സംഖ്യ ടീച്ചർ ഏതാണ്? 800 ബൈ ഈ ഒരു സംഖ്യയെ നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഒരു സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ പഠിപ്പിച്ചതനുസരിച്ച് എന്താണ്? പോയിന്റിന് ശേഷം എത്ര സംഖ്യ വേണം? 1, 2, 3, 4, 5 സംഖ്യകൾ വേണം. ഇതിനെങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കി. 0ന് ശേഷം 5 സംഖ്യ വേണം. പക്ഷെ നമുക്ക് എന്താണ്? ന്യൂമറേറ്ററിലാകെ 3 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. എങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 സംഖ്യകളുടെ കുറവാണുള്ളത് അല്ലേ? ഇവിടെ 3 ഉണ്ട്, ബാക്കി 2. ആ 2 നമ്മൾ എന്ത് ചെയ്യണം? മുന്നിലെ ഇടണം. 8 മുന്നേ ആയിട്ട് വേണം ആ 2 സംഖ്യകൾ ഇടേണ്ടത്. നോക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊരു കൺഫ്യൂഷൻ വന്നോ? നമുക്ക് 5 സംഖ്യകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്ത്? 1, 2, 3, 4, 5 സംഖ്യകളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 8 മുന്നേ 2 0 ഇട്ടു. കാരണം 8ന് ശേഷം 0 ഇട്ട് കഴിഞ്ഞാൽ അത് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ 5 ആവാൻ വേണ്ടി 8ന് ശേഷം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്കിൽ വരുന്നില്ല, അത് കൂട്ടാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് 8ന് മുന്നേ 2 ഇടുന്നത്. ഇത് ശരിയാണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാവും അല്ലേ? നമുക്കറിയാലോ അല്ലേ എങ്ങനെയാണ് നമ്മളൊരു ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യ രൂപത്തിലേക്ക് മാറ്റിയത്? ഇപ്പം നമ്മുടെ 800 ഡിവൈഡഡ് ബൈ അല്ലേ, ഇതല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്? 10, 100, 1000, 10,000, 1,00,000, 1,00,000. ഓക്കെ, 800 ഡിവൈഡഡ് ബൈ 1,00,000 നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിൽ നമുക്ക് ചെയ്യാം. എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് കട്ട് ചെയ്ത് കളയാം അല്ലേ? ആ ഒരു മെത്തേഡ് ഉണ്ട്. അതിന് പകരം ഇതേപോലെ തന്നെ ടീച്ചർ ആദ്യം പറയുകയാണ്, അത് കഴിഞ്ഞ് 0 കട്ട് ചെയ്യുന്ന മെത്തേഡും പറഞ്ഞുതരാം. 800നെ 1,00,000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ആദ്യം നോക്കി, ആദ്യം 3 ഡിജിറ്റാണുള്ളത്. അപ്പം നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ടു, അതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്തു. അപ്പോഴും നോക്കി 8,000 1,00,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു പോയിൻ്റ് ഇടുന്നില്ല, അതിന് പകരം വീണ്ടും ഒരു 0 നമ്മൾ ആഡ് ചെയ്യുന്നു. ഹരിക്കാൻ നമുക്കറിയാം, ഒരു 0 മുകളിൽ ആഡ് ചെയ്താൽ ഒപ്പം താഴെയും കൂടിയും ആഡ് ചെയ്യുന്നു. അപ്പോഴും സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്യുന്നു, താഴെയും 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് സാധിക്കും. 1,00,000 8,00,000 കൊണ്ട് നമുക്ക് ഹരിക്കാനായിട്ട് സാധിക്കും. 8,00,000 1,00,000 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ 8 വന്നു, 8,00,000 എന്ന് ആൻസർ ലഭിക്കുന്നു, 0 ലഭിക്കുന്നു. ആണല്ലോ, സംശയമില്ലല്ലോ. 800നെ 1,00,000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0.008. ബാക്കി നമ്മുടെ സീറോസ് എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് 8 പോകാനായിട്ട് പറ്റും, പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഇത് കാരണം നമ്മുടെ ഏറ്റവും സിമ്പിളായ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡിൽ നമ്മൾ എഴുതുന്നതാണ് 0.008. ബാക്കി സീറോസ് അവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് എഴുതുന്നതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നമുക്കതിനെ നൊട്ടേറ്റ് ചെയ്യാം. ഇവിടത്തെ എണ്ണം ഇവിടെ വരണം എന്ന് പറയുന്നുണ്ട് എങ്കിലും എന്താണ്, നമ്മുടെ ആ ഒരു സംഖ്യയ്ക്ക് ശേഷം വരുന്ന സീറോസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? കണ്ടോ, ഇതിലിങ്ങനെ ഈ 2 സീറോസ് നമുക്ക് കട്ട് ചെയ്യാം, ഇവിടെയും കട്ട് ചെയ്ത് കളയാം. ബാക്കി 8/1000 മാത്രമേ വരുന്നുള്ളൂ. 8/1000 ഇവിടെ ഉണ്ടല്ലോ. 8/1000 എത്രയാണ്? 3 സീറോസ് ആണുള്ളത്. 3 പോയിന്റ് ശേഷം 3 നമ്പേഴ്സും സംഖ്യകളും നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു ദശാംശ സംഖ്യയെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാനോ? ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 7/5 എന്ന സംഖ്യയെ ദശാംശ സംഖ്യാരൂപത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 7/5 എന്ന സംഖ്യയെ ദശാംശ സംഖ്യാരൂപത്തിൽ എങ്ങനെ എഴുതാം? എങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്? 7/5ന് തുല്യമായ ദശാംശ സംഖ്യ ഏത്? തുല്യമായ
ദശാംശ തുല്യമായ ദശാംശ സംഖ്യ. ഇതാണ് നമുക്ക് ചോദ്യം വരുന്നത്. 7/5 തുല്യമായ ദശാംശ സംഖ്യ. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കിയൊക്കെ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഭിന്നസംഖ്യയുടെ ഒരു ദശാംശ സംഖ്യയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യയുടെ ഛേദം 10, 100, 1000, 10000 എന്നീ ഗണത്തിലായിരിക്കണം വരേണ്ടത്. നമ്മൾ പറഞ്ഞു നമ്മുടെ 10, 100, 1000, 10000 എന്നുള്ള ഗണത്തിലായിരിക്കണം നമ്മുടെ ഛേദം വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഛേദത്തെ നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഈ ഒരു സംഖ്യയിലേക്ക് നമുക്ക് മാറ്റി എഴുതണം. ഈ ഛേദം എന്താണ്? 5 ആണ്. 5നെ ഇതിൽ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കും അല്ലേ? കാരണം എന്താണ്? 5 ഇതിനെയെല്ലാം ഹരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഖ്യയാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ സംഖ്യയിലേക്ക് മാറ്റാം. എത്രയാണ്? 10ലേക്ക് മാറ്റാം. 5നെ എങ്ങനെ 10ലേക്ക് മാറ്റാം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മുടെ ഛേദത്തെ 2 കൊണ്ട് ഗുണിക്കണം നമുക്ക്. കാരണം ഛേദം 10 ആവണമെങ്കിൽ ഛേദത്തെ 2 കൊണ്ട് ഗുണിക്കുന്നു. 5 × 2 ഛേദത്തെ ഗുണിക്കണമെങ്കിൽ അപ്പോൾ അതേസമയം നമ്മൾ ആരെയും ഗുണിക്കണം? അംശത്തെയും ഗുണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അംശത്തെയും 2 കൊണ്ട് ഗുണിക്കുന്നു, ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 14/10 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 7/2 / 5/2 എന്ന് കിട്ടുന്നു. 14/10 എന്ന് നമുക്ക് ദശാംശ സംഖ്യ ലഭിക്കുന്നു. ഇതിനെങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതാം? അങ്ങനത്തെ സംഖ്യ നമ്മൾ ചിന്തിച്ചില്ല അല്ലേ? ഒന്ന് നോക്കി നോക്കിയേ. നമുക്ക് പോയിന്റിന് ശേഷം ഒരു സംഖ്യ വരണം. അപ്പം നമ്മുടെ ഈ 14 എന്നതിൻ്റെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 14 എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് എന്തറിയാം? ഡിനോമിനേറ്ററിൽ ഒരു 0 ഉള്ളത്. അപ്പോൾ പോയിന്റിന് ശേഷം ഒരേ ഒരു നമ്പറേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് 4നെ മാത്രം പോയിന്റിന് അപ്പുറത്ത് നിർത്തുന്നു. അപ്പോൾ 1.4 എന്ന് നമുക്ക് അതിൻ്റെ ദശാംശ സംഖ്യ എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായോ? 14/10 ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിന്റിന് ശേഷം ഒരു സംഖ്യയെ വരേണ്ടതായിട്ടുള്ളൂ. ആ ഒരു സംഖ്യയെ 1.4 4ന് മാത്രം പോയിന്റിന് അപ്പുറം എഴുതുന്നു. മറ്റത് നമ്മൾ 1 എന്ന് എഴുതുന്നു. 1.4 എന്ന് നമ്മൾ എഴുതുന്നു. അങ്ങനെ എന്താ ചെയ്യാം? ഈ ഒരു 7/5 തുല്യമായ ദശാംശ സംഖ്യ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എത്രയാണ്? 1.4. ക്ലിയർ ആയോ? ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയേ. ഈ 1.4 തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു 7നെ 5 കൊണ്ട് ഹരിക്കാം. 7നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? 1.4 എന്ന് നമുക്ക് കിട്ടണം. കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഹരിക്കുമ്പോൾ 7നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 5 × 1 5 ആണ്. അപ്പോൾ ഇവിടെ 1 വരുന്നു, ഇവിടെ 5 വരുന്നു, ബാക്കി ശിഷ്ടം 2 എന്ന് വന്നു. ഇനി നോക്കുമ്പോൾ 2നെ 5 കൊണ്ട് 5ൻ്റെ ഗുണിതങ്ങളിലൊന്നും 2 ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യും? ഇവിടെ ഒരു 0 ആഡ് ചെയ്യണ കൂട്ടത്തിൽ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? 5ൻ്റെ ഗുണിതങ്ങൾ 20 ഉണ്ട്. 5 × 4 20 ആണ്. അപ്പോൾ ഇവിടെ 20 വരുന്നു, 0 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നോക്കിയേ, 1.4 7/5 തുല്യമായ ദശാംശ സംഖ്യ 1.4 എന്ന് കിട്ടി. ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 1.4. ക്ലിയർ ആണല്ലോ? 7/5 തുല്യമായ ദശാംശ സംഖ്യ 1.4. ഇതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ? ഒരു സംഖ്യയും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ടീച്ചർ ചോദ്യം പറയാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 82 / 25 തുല്യമായ ദശാംശ സംഖ്യ. കാണുമ്പോൾ വലിയ നമ്പർ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളാണ്. ഒന്ന് നോക്കിയൊക്കെ. 82 / 25 തുല്യമായ ദശാംശ സംഖ്യ. അപ്പോൾ നമ്മൾ എന്താ ആദ്യം എഴുതാം? 82 / 25 ആദ്യം എഴുതി നോക്കി. ചെയ്തോ? ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഛേദത്തെ 10, 100, 1000 എന്നീ തുടങ്ങിയ സംഖ്യകളുടെ ഗുണിതങ്ങളിൽ ഏതെങ്കിലും ഒന്നാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഛേദത്തെ 4 കൊണ്ട് ഗുണിച്ചു. ഛേദത്തെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടില്ലേ? നമുക്ക് ആവശ്യമുള്ള സംഖ്യകളിൽ വിട്ടു. ഛേദത്തെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ അംശത്തെയും എന്തുകൊണ്ട് ഗുണിക്കണം?
4 കൊണ്ട് ഗുണിക്കണം. ഛേദത്തെ 4 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അംശത്തെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പം അംശത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 328 എന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? 328 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടുന്നു. ഛേദം എത്രയാണ് കിട്ടിയത്? 100 എന്ന് കിട്ടിയില്ലേ? 328/100 എന്ന് നമുക്ക് ഛേദം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഭിന്നസംഖ്യയെ നമുക്ക് ദശാംശ സംഖ്യയിലേക്ക് ഇനി മാറ്റി എഴുതാലോ. എന്ത് ചെയ്താൽ മതി? നമ്മുടെ അംശത്തെ എഴുതുന്നു, അതിനുശേഷം നമ്മൾ എന്ത് നോക്കുന്നു? നമ്മുടെ ഛേദത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് എന്ന് നോക്കുന്നു. എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണ് ഉള്ളത്. അപ്പോൾ 2 സംഖ്യയെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? പോയിന്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടും? 3.28 എന്ന് നമുക്ക് എന്ത് കിട്ടും? ദശാംശ സംഖ്യ ലഭിക്കുന്നു. മനസ്സിലായോ? എങ്ങനെയാണ്? നമുക്ക് 82/25 തുല്യമായ ദശാംശ സംഖ്യ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഛേദത്തിനെ 10, 100, 1000 എന്നീ സംഖ്യകളുടെ ഒരു സംഖ്യയായിട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് 25നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 100 നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഛേദത്തെ മാത്രമായി 4 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അംശത്തെയും 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 328/100 എന്ന് ലഭിച്ചു. ഈ ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ നമുക്ക് ദശാംശ സംഖ്യ രൂപത്തിൽ മാറ്റി എഴുതാം? ഇവിടെ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് നോക്കിയാൽ മതി. ഛേദത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ വരണം? 2 സംഖ്യകൾ വരണം. അപ്പോൾ 3.28 എന്ന് നമ്മൾ ആ സംഖ്യയെ മാറ്റി എഴുതി. അപ്പോൾ എങ്ങനെയാണ് ദശാംശ സംഖ്യ കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് അറിയാം ഭിന്നസംഖ്യ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. 14/1/2 ഇതെന്താണ്? ഇതൊരു മിശ്ര ഭിന്നസംഖ്യയാണ് അല്ലേ? 14/1/2 എന്നത് എന്താണ്? ഒരു മിശ്ര ഭിന്നസംഖ്യയാണ്. ഇതിന് തുല്യമായ ദശാംശ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതിന് തുല്യമായ ദശാംശ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ആദ്യം നമ്മൾ ഭിന്നസംഖ്യകളെ നന്നായി പഠിച്ചിട്ടുണ്ട്. ആ ഭിന്നസംഖ്യകളെ ഒന്ന് ഓർക്കണം. എങ്ങനെ ചെയ്യാം? ഈ ഒരു മിശ്ര ഭിന്നസംഖ്യയെ എന്താക്കണം? ഒരു ഭിന്നസംഖ്യാരൂപത്തിൽ നമ്മൾ മാറ്റി എഴുതണം. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. പ്രോപ്പർ ഓർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ദശാംശ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? നമുക്കറിയാലേ 14 × 2 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാവുന്ന കാര്യമാണ്. എത്രയാണ് കിട്ടുക? 29/2 എന്ന് ലഭിക്കും. ആണോ? 14 × 2 28 + 1 29/2 എന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ മിശ്ര സംഖ്യയെ നമുക്കൊരു വിഷമ ഭിന്നസംഖ്യയായിട്ട് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. 29/2 ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദശാംശ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലേ? ഒരു ഭിന്നസംഖ്യയെ, ഏതൊരു ഭിന്നസംഖ്യയും മിശ്ര ഭിന്നസംഖ്യയായാലും വിഷമ ഭിന്നസംഖ്യയായാലും ഏതൊരു ഭിന്നസംഖ്യയാണെങ്കിലും ആ ഒരു ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യാരൂപത്തിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ ഛേദത്തെ 10, 100, 1000 എന്നീ സംഖ്യകൾക്ക് തുല്യമാക്കി മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കി. 29/2 നമുക്കൊരു ദശാംശ സംഖ്യയാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഛേദത്തെ ഏതെങ്കിലും ഒരു 10, 100, 1000 എന്നീ സംഖ്യകളിലെ ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് നമുക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? 2നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാമല്ലേ? 2നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? 50 കൊണ്ട് ഗുണിച്ചാൽ 100 ആക്കാം. ഏറ്റവും ചെറിയൊരു നമ്പർ ഏതാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10 ലഭിക്കും. നമുക്ക് ഛേദത്തെ മാത്രമായി ഗുണിക്കാനായിട്ട് അനുവാദമുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മൾ അംശത്തെയും 5 കൊണ്ട് ഗുണിക്കുന്നു. ഒന്ന് ഗുണിച്ച് നോക്കി. 29 × 5 നമുക്ക് എത്ര കിട്ടും? 145 എന്ന് നമുക്ക് ലഭിക്കും. എത്ര കിട്ടി? 145/10 എന്ന്
ലഭിക്കും. ഇതിനെങ്ങനെ നമുക്ക് മാറ്റാം? ഈ 145/10 നമുക്ക് എങ്ങനെ എഴുതാം? 14.5 എന്ന് ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? എന്ത് ചെയ്തു? 145-നെ ഛേദത്തിൽ എത്ര സീറോ ഉണ്ട്? ഒരേ ഉള്ളൂ. അപ്പോൾ ഒരു സീറോ പോയിന്റിന് ശേഷം ഒരു നമ്പർ മാത്രമേ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ അത് 14.5 ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? എന്താണ് ദശാംശ സംഖ്യകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു ദശാംശ സംഖ്യ? ഒരു ഭിന്നസംഖ്യയെ ഛേദം 10, 100, 1000 എന്നീ സംഖ്യകളായി വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പം എന്താണ് ഒരു ദശാംശ സംഖ്യ എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഏതൊരു ഭിന്നസംഖ്യയെയും, ഏതൊരു മിശ്ര ഭിന്നസംഖ്യയാണെങ്കിലും വിഷമ ഭിന്നസംഖ്യയാണെങ്കിലും ഏതൊരു ഭിന്നസംഖ്യയും ദശാംശ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാനും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ദശാംശ സംഖ്യകളെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്